ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വാഴച്ചുണ്ടും പരിപ്പും വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ പുറത്തുള്ള പോള കുറച്ച് പൊളിച്ച് കളയണം. അപ്പോൾ അതിന് മുമ്പായി നമുക്കിതിൻ്റെ കറ കളയണം. അപ്പോൾ ഇത് ഇവിടം കുറച്ചങ്ങ് ചെത്തി കളഞ്ഞിട്ട് കുറച്ച് നേരം വയ്ക്കണം. അപ്പോൾ അതിൻ്റെ കറ ഇങ്ങനെ ഊർന്നു നോക്കോളും. അപ്പോൾ ഞാനിത് കറ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. അതിങ്ങനെ കൊത്തി കൊത്തി വേണം അരിഞ്ഞെടുക്കാൻ, ചെറുതായിട്ട്. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കറ പറ്റും. അപ്പോൾ അതിന് മുമ്പായി നമ്മുടെ കയ്യിൽ ശകലം വെളിച്ചെണ്ണ തൂത്തിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി വയ്ക്കണം. ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയാണ്. നമ്മളിങ്ങനെ വെളിച്ചെണ്ണ പുരട്ടി വെച്ചില്ലെങ്കിൽ നമ്മൾ തോരൻ വെച്ച് കഴിയുമ്പോൾ ഇതിന് നല്ല കറയുടെ സ്വാദായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെളിച്ചെണ്ണ പുരട്ടി വയ്ക്കണം. ഇപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഈ പരിപ്പൊന്ന് ലെവൽ ചെയ്താൽ മതി, ഒത്തിരി ഒഴിക്കേണ്ട. അതിന് മുകളിൽ നിന്നാൽ മതി വെള്ളം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്നാൽ മതി. ഇനി നമുക്ക് അരപ്പരച്ചെടുക്കാം. അതിന് വേണ്ടി 3/4 കപ്പ് തേങ്ങ, 4 പച്ചമുളക്, 1 കഷ്ണം ചുവന്നുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ളു ജീരകം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിടാം. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അരി ഇട്ട് കൊടുക്കാം. ഈ അരി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തോരന് നല്ലൊരു ടേസ്റ്റായിരിക്കും. ഈ വാഴച്ചുണ്ട് തോരൻ വയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്താലും മതി, നല്ല ടേസ്റ്റായിരിക്കും. ഇനി അരിയും കൂടി ഒന്ന് പൊട്ടിക്കഴിയണം. അരി പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും 1 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം 5 മിനിറ്റ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ്, പിന്നെ ചതച്ച അരപ്പ്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കാം. വാഴക്കുടപ്പിന് പകുതി വേവായതിന് ശേഷം മാത്രമേ പരിപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചതാണല്ലോ. നമുക്ക് ഈ അരപ്പെല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.